ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 പുതുവർഷം. എല്ലാവർക്കും മാധവത്തിൻ്റെ പുതുവത്സര ആശംസകൾ. 2026 ജാനുവരി മാസം 3-ാം തീയതി നമ്മൾ മലയാളികൾ തിരുവാതിര വ്രതമായി കൊണ്ടാടുന്നു. ധനുമാസത്തിലെ തിരുവാതിര. ഇന്നീ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് തിരുവാതിര വ്രതത്തിൻ്റെ മഹാത്മ്യം, ഐതിഹ്യം, അതുപോലെ തന്നെ വ്രതം എങ്ങനെ എടുക്കണം, ഏത് ദിവസമാണ് സ്ത്രീകൾ ഉറങ്ങാതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ഏതൊക്കെ നാമങ്ങൾ നിർബന്ധമായും ജപിക്കണം, പുരുഷന്മാർ ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്, വിവാഹം നടക്കാത്ത ആൺകുട്ടികൾ അവർ ഏത് നാമം ഉപയോഗിച്ച് ഇന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കണം, പെൺകുട്ടികൾ ഏത് നാമം ഉപയോഗിക്കണം, എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാം, എന്തൊക്കെ കഴിച്ചുകൂടാ, എങ്ങനെ കഴിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് ഭക്തിയോടുകൂടി അവസാനം വരെ കേൾക്കണം. അതുകൂടാതെ ഇന്നത്തെ ദിവസം എത്ര പേര് നാരായണ നാമം 108 തവണ ജപിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. അതുകൂടാതെ ഇനി അഥവാ ജപിച്ചിട്ടില്ലെങ്കിൽ ജപിച്ചതിനു ശേഷം നിങ്ങൾ കമൻ്റ് ഇടണം. നാരായണ നാമം ജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്നു മുതൽ നമഃശിവായ മന്ത്രം കൂടി ജപിച്ചു കൊള്ളുക. കാരണം ഇനിയുള്ള ആ 3 ദിവസങ്ങൾ അത് ശിവപ്രീതി വരുത്തുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ആദ്യമായിട്ട് തിരുവാതിര വ്രതത്തെ പറ്റിയൊന്ന് പറയാം. നമ്മൾ ഏകാദശിയും ഷഷ്ടിയും ഒക്കെ എടുക്കുന്നത് തിഥികൾക്കനുസരിച്ചിട്ടാണ്. ഏകാദശി തിഥി, മഹാദ്വാദശി തിഥി, ത്രയോദശി തിഥി, ഷഷ്ടി തിഥി, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. എന്നാൽ തിരുവാതിര പൂർണ്ണമായും ഒരു നക്ഷത്ര വ്രതമാണ്. അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രത്തിനാണ് പ്രാധാന്യം. ഇവിടെ 2026 ജാനുവരി മാസം 2-ാം തീയതി രാത്രി സന്ധ്യ കഴിഞ്ഞ് 8:04 മുതൽ ജാനുവരി മാസം 3-ാം തീയതി വൈകുന്നേരം 5:27 വരെയാണ് തിരുവാതിര നക്ഷത്രമുള്ളത്. ഇവിടെ തിരുവാതിര നക്ഷത്രത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് നമ്മുടെ വ്രതം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം തീയതി രാത്രി 8:04 മുതൽ 3-ാം തീയതി വൈകുന്നേരം 5:27 വരെയാണ്. 8:04 തുടങ്ങി വൈകുന്നേരം 5:27 കഴിയുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം 3-ാം തീയതി. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ്? 2-ാം തീയതി രാത്രിയിലാണ്. 2-ാം തീയതി രാത്രിയിൽ നമുക്ക് ഉറങ്ങാതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം. 2-ാം തീയതി രാത്രി 8:04 മുതലാണ് തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക്, അതായത് 2-ാം തീയതി ഉച്ചയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം അരിഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. അത് വളരെ ലഘുവായി രാവിലെയും സന്ധ്യയ്ക്ക് മുമ്പുമായിട്ട് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേശങ്ങളിൽ എന്താണോ കഴിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാം. 3-ാം തീയതി വൈകുന്നേരം 5:27 വരെയാണ് നമുക്ക് നക്ഷത്രമുള്ളത്. അതുകൊണ്ട് തന്നെ ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ 4-ാം തീയതി രാവിലെ അവസാനിപ്പിക്കാം, നമ്മുടെ ഇഷ്ടം. 3-ാം തീയതി രാത്രി ഉറങ്ങുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പക്ഷേ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 2-ാം തീയതി രാത്രിയിലാണ് ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളായ സ്ത്രീകൾ ആണ്ടുതോറും കൊണ്ടാടി വരുന്ന ഒരു ആഘോഷമാണ് ധനുമാസത്തിലെ തിരുവാതിര. അതുകൊണ്ട് ഇത് മലയാളി മംഗന്മാരുടെ മഹോത്സവം എന്നുകൂടി അറിയപ്പെടുന്നു. ശിവനാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിഷ്ഠാന ദേവത. 27 നക്ഷത്രങ്ങളിലൊന്നായ തിരുവാതിര മഹേശ്വരൻ്റെ തിരുനാളാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അന്ന് ഭഗവാന്റെ ജന്മദിനമായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് ശക്തി ശിവനോടുകൂടി ചേരുന്നു എന്നാണ് വിശ്വാസം. തിരുവാതിര നക്ഷത്ര ദിവസം
പാർവതീദേവി ഭർത്താവായ മഹേശ്വരൻ്റെ ദീർഘായുസ്സിനു വേണ്ടി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി തങ്ങൾക്ക് നെടുമാംഗല്യം സിദ്ധിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. സാധാരണ സ്ത്രീകളാണ് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത്. അവിവാഹിതരായ പെൺകുട്ടികൾ അനുഷ്ഠിക്കാറുണ്ട്, വിവാഹിതരായ പെൺകുട്ടികളും അനുഷ്ഠിക്കാറുണ്ട്. ഇവിടെ സാധാരണയായി വരുന്നൊരു ചോദ്യമുണ്ട്, അതായത് പുരുഷന്മാർക്ക് പാടില്ലേ? അതുകൂടാതെ തന്നെ വിധവകളായ സ്ത്രീകൾ, ഭർത്താവില്ലാത്ത സ്ത്രീകൾ, അല്ലെങ്കിൽ ബന്ധം വേർപെട്ട് നിൽക്കുന്ന സ്ത്രീകൾ, ഇവർക്ക് ഈ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കില്ലേ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല എന്ന് ആലോചിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ തിരുവാതിര നക്ഷത്ര വ്രതം അനുഷ്ഠിക്കുന്നത് അത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ല വിവാഹം ഭർത്താവിനെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വ്രതം അനുഷ്ഠിക്കാം. ഇനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ഇത് ഭർത്താവിനെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി അല്ല, മഹാദേവ പ്രീതിക്ക് വേണ്ടി നിങ്ങൾക്കും ആ വ്രതത്തിൻ്റെ ഭാഗമാകാം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ സങ്കല്പം എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്കും എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാകാം. സങ്കല്പത്തിന് വ്യത്യാസമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർക്ക് പാടില്ലേ എന്നൊരു ചോദ്യം വീണ്ടും അവിടെ ഉണ്ടാകും. പുരുഷന്മാർക്കും എടുക്കാം. അതിൽ തന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ഒരു പ്രത്യേക നാമം ജപിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നും ഉത്തമകളായ സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ സാധിക്കും എന്നും വിശ്വസിക്കുന്നു. അവിവാഹിതരായ പുരുഷന്മാർ ഓം ഉമാമഹേശ്വരായ നമ എന്ന് 1008 തവണ തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിൽ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. 1008 തവണ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും 3 നേരം ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കും. ഉത്തമകളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റും എന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടഭർത്താവിനെ ലഭിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക വ്യക്തിയെ നമുക്ക് ഭർത്താവായി ലഭിക്കണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹമുള്ള പെൺകുട്ടികൾ അവർ ഓം സോമായ നമ എന്ന് 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ ഇഷ്ടഭർത്താവിനെ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് എല്ലാ തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിലുമൊക്കെ തന്നെ ഓം സോമായ നമ എന്ന് ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സം നേരിടുന്ന സ്ത്രീകൾ അവർ സ്വയംവര മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. സ്വയംവര മന്ത്രം തിരുവാതിര നക്ഷത്ര ദിവസം 108 തവണ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിവാഹ തടസ്സം മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ആ മന്ത്രം ഇപ്രകാരമാണ്, കേട്ടുകൊള്ളുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ. ഇതാണ് സ്വയംവര മന്ത്രം. ഈ മന്ത്രം എല്ലാ തിരുവാതിര നക്ഷത്ര ദിവസവും അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസവുമൊക്കെ തന്നെ 108 തവണ അല്ലെങ്കിൽ 1008 തവണയൊക്കെ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് വിവാഹ തടസ്സം മാറുന്നതിന് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാമജപവുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. അന്നേ ദിവസം എത്ര തവണ നമഃശിവായ മന്ത്രം ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ നമഃശിവായ മന്ത്രം ജപിക്കുക. ഒരു നോട്ട് ബുക്ക് മേടിച്ചിട്ട് എത്ര തവണ നമഃശിവായ മന്ത്രം എഴുതാൻ സാധിക്കുന്നു അത്രയും തവണ എഴുതുക. അതിനുശേഷം ഈ ബുക്ക് നമുക്ക് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. 2-ാം തീയതി രാത്രിയിൽ അത് ക്ഷേത്രത്തിൽ പോയിരുന്ന് നമുക്ക് ഒരു കൂട്ടം കൂടിയിരുന്ന്, അതായത് കുറച്ച് സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് നാമം ജപിച്ച് അങ്ങനെ ചെയ്യാം. അതല്ല വീട്ടിലാണെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ചു വെച്ച് നമ്മൾ ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നാമം ജപിച്ച് ഒരു ബുക്ക് എടുത്ത് ആ ബുക്കിൽ എഴുതി അങ്ങനെ കുറേ സമയമൊക്കെ നമുക്കിരുന്ന് നാമമൊക്കെ കേട്ട് ജപിച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നുമൊക്കെ നമുക്ക് കഴിച്ചു കൂട്ടാവുന്നതാണ്. 2-ാം തീയതി നമ്മൾ ഉറങ്ങുന്നില്ല, 3-ാം തീയതി പകലും ഉറങ്ങരുത് എന്നാണ് ശാസ്ത്രം. 3-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് ഉറങ്ങാവുന്നതാണ്. നമ്മുടെ വ്രതം അവസാനിപ്പിച്ച് നമുക്ക് ഉറങ്ങാവുന്നതാണ്. ഓരോ ദേശങ്ങളിലും തിരുവാതിര വ്രതം എടുക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. ഭക്ഷണ രീതികൾക്കുമൊക്കെ വ്യത്യാസമുണ്ട്. തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. എട്ടങ്ങാടിക്ക് വ്യത്യാസമുണ്ട്. കൂവപ്പായസമൊക്കെ കഴിക്കുന്ന പതിവ് വടക്കൻ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ശീലിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഓർക്കുക. എന്തായാലും പുഴുക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കരുത്. പുരുഷന്മാർക്കും ഈ വ്രതത്തിൻ്റെ ഭാഗമാകാം. അവരും എത്ര തവണ വേണമെങ്കിലും നമഃശിവായ മന്ത്രം ജപിച്ചു കൊള്ളട്ടെ. അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനുമൊക്കെ തന്നെ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ അറിയാനുള്ളത്. അന്നത്തെ ദിവസം പൗർണമിയാണ്. അതുകൊണ്ട് തന്നെ ദേവീ പ്രീതിക്ക് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി നമുക്ക് തിരുവാതിര വ്രതത്തിൻ്റെ ഐതിഹ്യം അത് എന്താണ് എന്ന് ഒന്ന് നോക്കാം. കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദേശങ്ങളിലും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തെക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിലെ അത്രയും പെരുമയോടുകൂടി ഈ തിരുവാതിര വ്രതം അനുഷ്ഠിച്ച് കാണുന്നില്ല. വടക്കൻ കേരളത്തിലാണ് അത് വളരെ ചിട്ടയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ആചാരത്തോടു കൂടി അനുഷ്ഠിക്കുന്നത്. വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളുടെ ആദ്യത്തെ തിരുവാതിര, ആ തിരുവാതിര വളരെ കെങ്കേമമായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട്. പുത്തൻ തിരുവാതിര, പൂത്തിരുവാതിര എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊന്നും അതത്ര ഒരു കേമമായിട്ട് ആഘോഷിച്ച് കാണാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഈ ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇഷ്ടം എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ചിട്ട് ചെയ്യുക. എത്ര നമുക്ക് ഭഗവാനോട് ചേർന്നിരിക്കാൻ സാധിക്കുന്നുവോ അത്രയും ചേർന്നിരിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് രാത്രി ഉറങ്ങാതെ ഇരിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ അനാരോഗ്യമാണ് അതിനുള്ള ഒരു വലിയ കാര്യം. അങ്ങനെയുള്ള ആളുകൾ പരമാവധി സമയമിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക. ആ വ്രതത്തിൻ്റെ മറ്റ് ആചാരങ്ങളിലൊക്കെ തന്നെ പങ്കുകൊള്ളുക. നമ്മുടെ അവസ്ഥ ഭഗവാൻ അറിയാം. ഭഗവാനോട് പറഞ്ഞതിനു ശേഷം അല്പസമയം മയങ്ങാം, തെറ്റില്ല എന്നു കരുതി മറ്റ് ആചാരങ്ങളിലൊന്നും പങ്കെടുക്കാതെ സാധാരണ ഒരു ദിനചര്യയിൽ പോകാതെ എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി തന്നെ ഇരിക്കുക. ഇനി പ്രധാനമായി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏകാദശി ആയിക്കോട്ടെ, തിരുവാതിര വ്രതം ആയിക്കോട്ടെ, പ്രദോഷമായിക്കോട്ടെ, ഷഷ്ഠി ആയിക്കോട്ടെ, ഏതായാലും അന്നേ ദിവസം നിങ്ങൾ ഭക്ഷിക്കുന്ന ആഹാരമെന്ന് പറയുന്നത് ആഹാരം കഴിക്കുകയല്ല എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ. അന്ന് നിങ്ങൾ എന്ത് കഴിച്ചാലും അത് പ്രസാദമാണ്. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുന്നു എങ്കിൽ പോലും അത് പ്രസാദമായിട്ട് വേണം നമ്മൾ കഴിക്കാനുള്ളത്. നമ്മൾ പുഴുക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൂവപ്പായസം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പഴം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ടാണ് കഴിക്കുന്നത്, എന്തായിക്കോട്ടെ, എന്തു ചെയ്താലും അത് ഒരല്പം കുറച്ച് പാത്രത്തിലെടുത്തിട്ട് അതൊന്ന് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് അത് അവിടെ നിന്നും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ബാക്കിയുള്ള നമ്മൾ ഇപ്പോൾ പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ പുഴുക്കിൽ നിന്നും ഒരു കൊച്ചു തവി എടുത്ത് ഒരു കുഞ്ഞു പാത്രത്തിൽ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം പിന്നീട് അത് അവിടെ ആ നൈവേദ്യം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആ വലിയ പാത്രത്തിലേക്ക് ചേർത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി പിന്നീട് അത് നമുക്ക് പ്രസാദമായിട്ട് ഭക്ഷിക്കാം.
പഴമായാലും അങ്ങനെ തന്നെ വേണം. അത് ഏകാദശി ദിവസങ്ങളിലായിക്കോട്ടെ, ഷഷ്ഠി ദിവസങ്ങളിലായിക്കോട്ടെ, ഏത് ദിവസങ്ങളിലായാലും പ്രസാദമായിട്ട് വേണം നമ്മൾ കഴിക്കാനുള്ളത്. കാരണം എന്ത് കഴിച്ചാലും അത് ഭഗവാന്റെ നൈവേദ്യമായിരിക്കണം. ആ കാര്യമൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. തിരുവാതിര ദിവസം മാത്രമല്ല, എല്ലാ വിശേഷ ദിവസങ്ങളിലും. ഇനി ഓഫീസിൽ പോകണം, അങ്ങനെയാണെങ്കിലും രാവിലെ ഭഗവാൻ നൈവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം അതിനുശേഷം നമുക്കത് കൊണ്ടുപോകാം. ഉച്ചയ്ക്കാണ് നിങ്ങൾ പുഴുക്കുണ്ടാക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്തൊന്ന് കുറച്ചെടുത്ത് നമ്മൾ ഭഗവാൻ നൈവേദ്യമായിട്ട് ഉച്ചയ്ക്കൊരു വിളക്ക് തെളിയിച്ച് ഭഗവാൻ നൈവേദ്യം സമർപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി ആയാലും തെളിയിച്ചാൽ മതി. രാത്രിയിലായാലും സന്ധ്യയ്ക്കായാലും അങ്ങനെ തന്നെ ചെയ്യണം. എന്ത് കഴിച്ചാലും പ്രസാദമായിട്ട് വേണം നമ്മൾ കഴിക്കാനുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഇനി നമുക്ക് തിരുവാതിരയുടെ ഉത്ഭവ കഥ കൂടി ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. 27 നക്ഷത്രങ്ങളിൽ ഒന്നായ തിരുവാതിര മഹാദേവന്റെ തിരുനാളായിട്ടാണ് കണക്കാക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അന്ന് ഭഗവാന്റെ ജന്മദിനമാണ് എന്ന് കണക്കാക്കുന്നു. ശക്തി ശിവനോടുകൂടി ചേർന്ന ദിവസമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. തിരുവാതിര നക്ഷത്ര ദിവസം പാർവതീദേവി ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി വ്രതമനുഷ്ഠിച്ചു വന്നിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ത്രീകൾ ഈ വ്രതം നോറ്റുവരുന്നത്. ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടിയാണ് ഈ വ്രതം സാധാരണയായിട്ട് കേരളത്തിലെ സ്ത്രീകൾ അനുഷ്ഠിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ സതീദേവിയെ വിവാഹം കഴിച്ചു. ദക്ഷ പ്രജാപതിയുടെ പുത്രിയാണ് സതീദേവി. ഒരിക്കൽ ദക്ഷൻ നാഗമന്ദാകിനിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിരിഞ്ഞ ചെന്താമര പൂവിൻ്റെ ഉള്ളിൽ ഒരു പെൺകുഞ്ഞ് ഇങ്ങനെ ശയിക്കുന്നത് കണ്ടിട്ട് വളരെ ആനന്ദത്തോടു കൂടി ആ കുഞ്ഞിനെ എടുക്കുകയും ആ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തുകൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയായ പ്രസൂതിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ആ പൊന്നോമന കുഞ്ഞിന് അവർ സതി എന്ന് നാമകരണം ചെയ്തു. ആ കുഞ്ഞാണ് മഹേശ്വരനെ വിവാഹം കഴിച്ചത്. സതീദേവിക്ക് യൗവനപ്രായമെത്തി. ദേവിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടുപിടിക്കുന്നതിനായിട്ട് ദക്ഷൻ പല അന്വേഷണങ്ങളും ആരംഭിച്ചു. പക്ഷേ സതിയാകട്ടെ മൃത്യുഞ്ജയനെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിലകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ എപ്പോഴും മഹേശ്വരനെ സതീദേവി ധ്യാനിച്ചുകൊണ്ടിരുന്നു. സതീദേവിയുടെ ഭക്തിയും ആഗ്രഹവും മഹാദേവൻ അറിയുന്നു. അവളുടെ ഭക്തിയെ ഭഗവാൻ പല വിധത്തിലും പരീക്ഷിക്കുന്നുണ്ട്. അവസാനം ശരിയായ സ്നേഹവും ഭക്തിയുമാണ് എന്ന് മനസ്സിലാക്കിയ മഹേശ്വരൻ ദക്ഷപ്രജാപതിയുടെ അനുവാദമില്ലാതെയാണ് വിവാഹം കഴിച്ചത് സതീദേവിയെ. അതോടുകൂടി ദക്ഷപ്രജാപതി മകളെയും മരുമകനെയും ഒരു ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രാകൃത രൂപനും നിസാരനുമായ ശിവനാണ് തൻ്റെ പൊന്നോമന പുത്രിയെ വിവാഹം കഴിച്ചത് എന്നുള്ള ഒരു ചിന്ത ദക്ഷപ്രജാപതിയുടെ മനസ്സിലിങ്ങനെ എപ്പോഴും ഒരു പകയോടുകൂടി ഇങ്ങനെ നീറിക്കൊണ്ടിരുന്നു. അങ്ങനെ വൈരാഗ്യത്തോടുകൂടി കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ പ്രജാപതികളുടെ ഒരു യാഗം നടക്കുകയാണ്. അതിൽ ഉന്നതമായ സ്ഥാനം ദക്ഷപ്രജാപതിക്കായിരുന്നു. അദ്ദേഹം സർവ്വവിധ പദവികളോടും കൂടി ആ യാഗഭൂമിയിൽ ചെന്നപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മഹേശ്വരൻ ദക്ഷപ്രജാപതിയെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല. അത് ദക്ഷന് വളരെയധികം അപമാനമുണ്ടാക്കി. തൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ്, അതും തൻ്റെ ഇഷ്ടപ്രകാരം. അങ്ങനെയുള്ള ആൾ തന്നെ വീണ്ടും നിന്ദിച്ചിരിക്കുന്നു, അപമാനിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത ദക്ഷന് വീണ്ടും ഉണ്ടായി. അതോടുകൂടി കൂടുതൽ ശിവനോട് ദേഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ആ ഒരു ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഒരു യാഗം സംഘടിപ്പിക്കുന്നു. ആ യാഗമാണ് ദക്ഷയാഗം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്.
ആ പ്രതികാര നടപടിയായിട്ടാണ് ആ യാഗത്തിൽ ഈ ഭൂമിയിലുള്ള, ഈ ലോകത്തിലുള്ള, 14 ലോകങ്ങളിലുമുള്ള എല്ലാവരെയും ക്ഷണിച്ചിട്ടും ശിവനെയും സതിയെയും ക്ഷണിക്കാതിരുന്നത്. അതൊരു പ്രതികാര നടപടിയാണ്. താൻ പ്രജാപതികളുടെ യാഗത്തിൽ പങ്കെടുക്കുവാനായി ചെന്നപ്പോൾ തന്നെ അവിടെ വെച്ച് ശിവൻ അപമാനിച്ചു, അതുകൊണ്ട് താൻ നടത്തുന്ന യാഗത്തിൽ അവരെ പങ്കെടുപ്പിക്കേണ്ട എന്ന ഒരു വൈരാഗ്യം. അങ്ങനെ ആഡംബരപൂർവം ആ യാഗം തുടങ്ങുന്നു. മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും ഇന്ദ്രാദി സർവ ദേവസമൂഹത്തെയും ഗന്ധർവ കിങ് പുരുഷന്മാരെയും യക്ഷന്മാരെയും മരീചി, അങ്കിരസ്, ഭൃഗു, പുലഹൻ, പുലസ്ത്യൻ, വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയ സർവ ബ്രഹ്മർഷികളെയും ദക്ഷൻ നേരിട്ടു തന്നെ ക്ഷണിക്കുകയും അവരെല്ലാവരും തന്നെ ദക്ഷയാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. യാഗശാലയുടെ പരിരക്ഷകനായി യജ്ഞമൂർത്തിയായ ശ്രീപതിയെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. ആ സമയത്ത് യാഗഹോത്രിയായ ദദീചി മഹർഷി ദക്ഷനോട് പറയുന്നുണ്ട്, ദക്ഷ, ശിവസാന്നിധ്യമില്ലാത്ത യാഗം യാഗമല്ല. യാഗത്തിൻ്റെ ഹവിസ് ആദ്യം സ്വീകരിക്കുവാനുള്ള അധികാരി ചന്ദ്രചൂഡനാണ്. അതുകൊണ്ട് അഹങ്കാരവും ദേഷ്യവുമൊക്കെ വെടിഞ്ഞിട്ട് സർവേശ്വരനായ ശിവനെ കൂടി ക്ഷണിക്കണമെന്ന് ദദീചി പറയുന്നുണ്ട്. പക്ഷേ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാവരും കേൾക്കെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഈ യാഗം നടക്കുന്ന വിവരം ദേവന്മാരും നാരദനുമൊക്കെ പറഞ്ഞ് സതീദേവി അറിയുന്നു. സതീദേവി മഹാദേവനെ ചെന്ന് കണ്ടിട്ട് യാഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം പറയുന്നു. മഹാദേവൻ അത് വിലക്കുന്നു. പക്ഷേ ദേവി നിർബന്ധം പിടിക്കുന്നു. ഇങ്ങനെ ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സ്കന്ദപുരാണത്തിൽ ദക്ഷപ്രജാപതിയുടെ മകളായ സതീദേവി കൈലാസത്തിൽ ഭഗവാനെ ചെന്ന് കാണുകയും ഭഗവാനോട് ദക്ഷപ്രജാപതിയുടെ പുത്രിയായി തനിക്ക് അറിയപ്പെടാൻ ആഗ്രഹമില്ല, കാരണം ദക്ഷപ്രജാപതി ശിവനെ നിന്ദിക്കുന്ന ആളാണ്, ഈ അഹങ്കാരത്തിന് ഒരു അവസാനമുണ്ടാകണം, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് സതീദേവി മഹാദേവനോട് പറയുന്നുണ്ട്. അതായത് സാധാരണ കൈലാസത്തിൽ സതീദേവി രാവിലെയും സന്ധ്യയ്ക്കും ഭഗവാന്റെ അടുക്കലേക്ക് എത്തുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ദിവസം ഒരു അസമയത്ത്, അതായത് സാധാരണ വരുന്ന സമയമല്ലാത്ത ഒരു സമയത്ത് ഭഗവാനെ കാണാനായി ഭഗവതി വരികയും ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ എന്താണ് ഈ സമയത്ത് വന്നത് എന്ന അർത്ഥത്തിൽ ദേവിയെ നോക്കുകയും ദേവി ഭഗവാനോട് പറയുകയും ചെയ്തു ഇപ്രകാരം, അതായത് അല്ലയോ മഹാദേവ, അനവധി ദിവസങ്ങളായി അങ്ങയോട് ഉണർത്തിക്കണം എന്ന് ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് പറയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങയെ ധിക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്ത ദക്ഷപ്രജാപതിയുടെ മകളാണ് അടിയൻ. ദക്ഷൻ്റെ മകളെന്ന നിലയ്ക്ക് ദാക്ഷായനി എന്ന ഒരു നാമവും എനിക്കുണ്ട്. പക്ഷേ ഇതൊരു അപമാന ചിഹ്നമായി ഞാൻ കണക്കാക്കുന്നു. ഈ ദുഷ്പേരിൽ നിന്ന് എനിക്കൊരു മോചനം അങ്ങ് നൽകണം എന്ന് ദേവി ഭഗവാനോട് പറയുന്നു. അത് കേട്ടതും ഭഗവാൻ ഭഗവതിയോട് പറയുകയാണ്, അല്ലയോ ദേവി, അവിടുത്തെ ചിന്ത അവസരോചിതമാണ്. പർവ്വതരാജനായ ഹിമവാൻ ദേവിയെ പുത്രിയായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടുത്തേക്ക് അറിയുന്നതല്ലേ. പരമ സ്വാത്വികനും ഭക്തനുമായ ഹിമവാന്റെ പുത്രിയായി ഭഗവതി ജനിക്കട്ടെ എന്ന് നാം അനുഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. പിന്നീട് മായാമോചിതയായി തപസ്സനുഷ്ഠിച്ച് യഥാകാലം നമ്മുടെ അടുക്കലേക്ക് വന്നു ചേരുവാൻ, നമ്മുടെ പത്നീപദം അലങ്കരിക്കുവാൻ ഇടവരട്ടെ എന്ന് നാം അനുഗ്രഹിക്കുന്നുവെന്ന് ഭഗവാൻ ഭഗവതിയോട് പറയുന്നു. അതനുസരിച്ചിട്ടാണ് സർവേശ്വരിയായ ഭഗവതി സതീദേവി ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുക്കുവാനായി പോയത്. അതല്ലാതെ എല്ലാം അറിയുന്ന ഭഗവതി സ്വയം അപമാനിതയാകാൻ വേണ്ടി പോയതല്ല. അങ്ങനെ ദേവി ഭഗവാനോട് നിർബന്ധിക്കുന്നു,
ഭഗവാൻ അവസാനം അനുവദിക്കുന്നു ദക്ഷയാഗത്തിന് പോകാനായിട്ട്. അങ്ങനെ ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭാഷണം ഭഗവാനും ഭഗവതിയുമായുള്ള ഈ രഹസ്യ സംഭാഷണം അത് ഭഗവാന്റെയും ഭഗവതിയുടെയും മനസ്സുകൾ തമ്മിലാണ് നടന്നത്. അങ്ങനെ ഭഗവതി ദക്ഷന്റെ യാഗസ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ വെച്ച് ദക്ഷൻ അപമാനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ദേവി സ്വശരീരം തൻ്റെ യോഗശക്തിയാൽ നശിപ്പിക്കുന്നു. ഈ വാർത്തയറിഞ്ഞ മഹാദേവൻ കോപിഷ്ഠനാവുകയും തൻ്റെ ജടയൂരി നിലത്തടിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടാകുന്നു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം അവർ ദക്ഷന്റെ യാഗം മുടക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. ദക്ഷയാഗം അങ്ങനെ മുടങ്ങി. യാഗം മുടങ്ങുന്നത് ശുഭകരമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി, അതായത് ദേവന്മാരെല്ലാവരും കൂടി ചെന്നിട്ട്, ബ്രഹ്മദേവൻ ഉൾപ്പെടെ ചെന്നിട്ട് യാഗം മുടങ്ങുന്നത് ശരിയല്ല, അത് ദോഷമുണ്ടാക്കും, അതുകൊണ്ട് ദക്ഷനെ ജീവിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് ബ്രഹ്മദേവൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട്, അപേക്ഷ അനുസരിച്ചിട്ട് ദക്ഷനെ ശിവൻ ജീവിപ്പിക്കുന്നു. യാഗത്തിന് ബലിയർപ്പിക്കുവാനായി കൊണ്ടുവന്നിരുന്ന അജത്തിൻ്റെ ശിരസ് വെട്ടിയെടുത്ത് ദക്ഷൻ്റെ ഉടലിനോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തെ ജീവിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച ദക്ഷൻ പിന്നീട് വലിയ ഒരു ശിവഭക്തനായി മാറുകയും ചെയ്തു. ബ്രഹ്മപുത്രനായ ദക്ഷൻ പ്രജാപതി എന്നുള്ള സ്ഥാനം നേടി അഹങ്കാരിയായി തീർന്നിരുന്നു. അപ്പോൾ ആ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടി വിഷ്ണുമായയും പരാശക്തിയുമായ ദേവി തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രീഭാവത്തിൽ പിറന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദേവി തന്നെയാണ് അച്ഛനായ ദക്ഷൻ്റെ അഹങ്കാരം ശമിപ്പിച്ചത്. പിന്നീട് ദേവി ഹിമവാന്റെ പുത്രിയായി ജനിക്കുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ മഹേശ്വരനെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു ഹിമവാന്റെ പുത്രിയായ പർവ്വതരാജൻ്റെ പുത്രിയായ പാർവതീദേവിയുടെ മനസ്സിലുള്ള ആഗ്രഹം. പർവ്വതരാജൻ വലിയ ശിവഭക്തനായിരുന്നു. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ തപസ്സനുഷ്ഠിക്കുന്നതിനോട് അത്ര താല്പര്യം പർവ്വതരാജന് ഉണ്ടായിരുന്നില്ല. എങ്കിലും മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. നമ്മൾ നവരാത്രി സമയത്ത് ദേവിയുടെ തപസ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മചാരിണി രൂപത്തിൽ ഭഗവതി ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഒക്കെ തപസ് ചെയ്ത ആ ഭാഗമൊക്കെ ആ സമയത്ത് നമ്മൾ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ പരമേശ്വരിയുടെ കൊടും തപസ്സിൻ്റെ ഫലമായിട്ട് മഹാദേവൻ പിന്നീട് ദേവിയെ വിവാഹം കഴിക്കുന്നു. ഇവിടെ സതീദേവി യോഗശക്തിയാൽ തൻ്റെ ശരീരം നശിപ്പിച്ചതിനു ശേഷം, ദക്ഷനെ ജീവിപ്പിച്ചതിനു ശേഷം മഹേശ്വരൻ ഒരു കൊടും തപസ്സിലാണ് പിന്നീട് ഏർപ്പെട്ടത്. ദക്ഷയാഗത്തിൽ മഹേശ്വരനെ ദക്ഷൻ ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ എല്ലാ ദേവന്മാരും ആ യാഗത്തിൽ പങ്കെടുത്തു. ദേവന്മാരാരും തന്നെ ശിവനെ ക്ഷണിക്കണമെന്ന് പറഞ്ഞതുമില്ല. ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അത് ദേവനായാലും അസുരനായാലും മനുഷ്യനായാലും നമ്മൾ അനുഭവിക്കണം എന്നുള്ളത് ഇവിടെ പ്രധാനമാണ്. അങ്ങനെ അവർ ചെയ്ത ആ കർമ്മത്തിൻ്റെ ഫലം പിന്നീട് ദേവന്മാർ അനുഭവിച്ചു. സതീദേവിയുടെ ആ വിയോഗത്തിനു ശേഷം പിന്നീട് ശിവൻ ഉഗ്രമായ തപസ്സിലായിരുന്നു. ആ സമയത്ത് ദേവന്മാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. താരകാസുരനും ശൂരപത്മാസുരനുമൊക്കെ ദേവന്മാരെ ഉപദ്രവിക്കുകയും അവർക്ക് സ്വർഗത്തിൽ നിന്നും ഓടിപ്പോകേണ്ടതായി വരികയും എന്ന് മാത്രമല്ല, ദേവന്മാരെയൊക്കെ പിടിച്ചിട്ട് അവരുടെ ജോലിക്കാരായി വെക്കുകയും ചെയ്തു. ബ്രഹ്മദേവനെയൊക്കെ കൊണ്ട് മീൻ വരെ പിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്ര ദ്രോഹമാണ് ഈ അസുരന്മാർ ചെയ്തത്. മഹേശ്വരനോട് കാണിച്ച ആ ഒരു അനാദരവാണ് ദേവന്മാർക്ക് ഇപ്രകാരമുള്ള ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. ഇവിടെ പാർവതീദേവി മഹേശ്വരനെ
ഭർത്താവായി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തപസ്സനുഷ്ഠിക്കുന്നു എന്നുള്ള വിവരം ദേവന്മാരെ അറിയുകയും എങ്ങനെയും മഹാദേവനെ കൊണ്ട് ദേവിയെ വിവാഹം കഴിപ്പിക്കണം എന്ന് അവർ നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷേ ശിവൻ ഉഗ്രമായ തപസ്സിലാണ്. ശിവനും പാർവതിയും വിവാഹം കഴിച്ചാൽ മാത്രമേ ശിവകുമാരൻ ജനിക്കുകയുള്ളൂ. ശിവകുമാരൻ ജനിച്ചാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുമുള്ളൂ. അങ്ങനെ എങ്ങനെ മഹേശ്വരനെ തൻ്റെ തപസ്സിൽ നിന്ന് ഉണർത്തും എന്ന് ചിന്തിക്കുകയും ദേവന്മാരെല്ലാവരും കൂടി ഇക്കാര്യം ഇരുന്ന് ആലോചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. കാമദേവനെ നിയോഗിക്കുന്നു. കാമദേവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷേ ദേവന്മാരുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ കാമദേവൻ അതിന് തയ്യാറാകുന്നു. അങ്ങനെ കാമദേവൻ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. ആദ്യം തന്നെ കൈലാസത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റി കാമദേവൻ. അതിനുശേഷം ഭഗവാന്റെ നേർക്ക് മലരമ്പ് എയ്യുന്നു. അടുത്ത നിമിഷം മഹേശ്വരൻ കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്ന ഉടൻ തന്നെ മഹേശ്വരൻ പാർവതീദേവിയെയാണ് കാണുന്നത്. പിന്നീട് ചുറ്റും കണ്ണോടിച്ചപ്പോൾ ധാരാളം ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് വിടർന്നു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. വണ്ടുകളൊക്കെ ഇങ്ങനെ മൂളി മൂളി നടക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ചിത്രശലഭങ്ങളും. ഇതൊക്കെ ആരാണ് ഇങ്ങനെ ചെയ്തത്? കാരണം അത്ര ശാന്തമായിരുന്നു. ഒരു ശബ്ദം പോലും അതിനു മുമ്പ് കൈലാസത്തിൽ ഉണ്ടായിരുന്നില്ല. മഹേശ്വരൻ്റെ ധ്യാനത്തിന് ഒരു കാറ്റുപോലും ഒരു ഭംഗം വരുത്തിയിരുന്നില്ല. പെട്ടെന്നാകെ പ്രകൃതി തന്നെ മാറിയിരിക്കുന്നു. ആരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ നോക്കുമ്പോൾ മരത്തിൻ്റെ മറവിൽ പതുങ്ങി നിൽക്കുന്ന മന്മഥനെയാണ് കാണുന്നത്. ശിവന് കോപമുണ്ടാകുന്നു. ആ തൃക്കണ്ണിൽ നിന്ന് അഗ്നിജ്വാലകൾ പുറത്തേക്ക് വമിക്കുകയും ആ ജ്വാലയിൽപ്പെട്ട് കാമദേവൻ ദഹിച്ചു പോവുകയും ചെയ്തു. അതോടുകൂടി രതീദേവി, കാമദേവന്റെ ഭാര്യ രതീദേവി നെഞ്ചത്തടിച്ചു നിലവിളിച്ചുകൊണ്ട് മഹേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. എങ്ങനെയും തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം, തൻ്റെ ഭർത്താവിനെ ദേവന്മാർ പറഞ്ഞയച്ചതാണ് എന്നുള്ള കാര്യം പറയുന്നു. അപ്പോഴേക്കും ആപത്ത് മനസ്സിലാക്കിയ ബ്രഹ്മദേവനും ദേവന്മാരുമെല്ലാം അവിടെ എത്തിച്ചേരുകയും എന്തുകൊണ്ടാണ് തങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം, തങ്ങളുടെ സങ്കടങ്ങളും എല്ലാം തന്നെ പറയുന്നു. അവസ്ഥ ഇതാണ്, ശിവപുത്രൻ ജനിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്തത്, കാമദേവനെ ജീവിപ്പിക്കണമെന്ന് പറയുന്നു. കാമനില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കുവാനേ പറ്റില്ല. കാരണം സ്നേഹമുണ്ടാവുകയില്ല. സ്ത്രീ പുരുഷന്മാർക്ക് അനുരാഗമില്ലാത്ത അവസ്ഥ വരികയാണ്. സൃഷ്ടിയുടെ മൂലകാരണമായ കാമദേവനെ ജീവിപ്പിക്കേണ്ടത് അങ്ങനെ ഒരാവശ്യമായി തീർന്നു. മഹാദേവൻ പറഞ്ഞു, ശരി, കാമദേവനെ ജീവിപ്പിക്കാം. അത് ഞാനും ശക്തിയും തമ്മിൽ ചേരുന്ന ദിവസം, എൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും വിവാഹം നടക്കുന്ന ദിവസം കാമദേവനെ ജീവിപ്പിക്കാമെന്ന് പറയുന്നു. രതീദേവി ഭർത്താവിൻ്റെ ജീവന് വേണ്ടി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തപസ് അനുഷ്ഠിക്കുന്നു. പിന്നെയും കുറച്ചു കാലം കൂടി കടന്നുപോയി. അങ്ങനെ ഒരു ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസം ശിവനും പാർവതിയും വിവാഹിതരായി. ആ ദിവസം കാമദേവനെ ശിവൻ ജീവിപ്പിക്കുന്നു. പക്ഷേ പൂർണ്ണമായ കലാംശത്തോടു കൂടിയല്ല ആ സമയത്തും കാമദേവനെ ജീവിപ്പിച്ചത്. അദ്ദേഹം പിന്നീട്, അതായത് കാമദേവൻ പൂർണ്ണ കലാംശത്തോടു കൂടി പിന്നീട് അവതരിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണീ ദേവിയുടെയും പുത്രനായിട്ടാണ്. ആ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ തിരുവാതിര നക്ഷത്ര ദിവസം പാർവതീദേവി ഭർത്താവിന് വേണ്ടി, മഹേശ്വരന് വേണ്ടി തപസ് അനുഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അന്ന് മഹാദേവൻ്റെ തിരുനാളാണ്. ദേവി ഭർത്താവിന് വേണ്ടി വ്രതമനുഷ്ഠിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു. കാമദേവനെ ഭഗവാൻ വീണ്ടും സൃഷ്ടിച്ച, കാമദേവന് വീണ്ടും ജീവൻ കൊടുത്ത ദിവസമാണ് എന്നും വിശ്വസിക്കുന്നു. ഈ വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്ത്രീകൾ അന്നേ ദിവസം തിരുവാതിര വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വ്രതമെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്രതം തന്നെ എടുത്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമഃശിവായ മന്ത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ശിവ സഹസ്രനാമമോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും നാമങ്ങളൊക്കെയോ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്.
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തിരുവാതിര ഒരു നക്ഷത്ര വ്രതമാണ്. അക്കാര്യം പ്രത്യേകമായി മനസ്സിലാക്കുക. മഹേശ്വരനെ പ്രാർത്ഥിക്കുക. നമഃശിവായ മന്ത്രം എത്ര തവണ ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ജപിക്കുക. ഇനി വ്രതമായി അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം നോൺ വെജ് എങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് നമഃശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ആ വ്രതത്തിൻ്റെ ഭാഗമാവുക. നമ്മുടെ സങ്കല്പങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷേ വ്രതത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.